നമസ്കാരം. ഒരു വശത്ത് ഭാരതത്തോടുള്ള കടുത്ത വിദ്വേഷം കാരണം T20 ലോകകപ്പിന്റെ മത്സരം ബഹിഷ്കരിക്കാനുള്ള തീരുമാനം, മറുവശത്ത് ഭാരതീയ വംശജനായ ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയെ പാട്ടുപാടി ചുവന്ന പരവതാനി വിരിച്ച് സ്വീകരിക്കൽ. പാകിസ്ഥാന്റെ ഇരട്ടത്താപ്പും ദാരിദ്ര്യവും ഒരിക്കൽ കൂടി ലോകത്തിനു മുന്നിൽ തുറന്നു കാട്ടപ്പെട്ടിരിക്കുകയാണ്. ക്രിക്കറ്റിനെ രാഷ്ട്രീയ ആയുധമാക്കുന്ന പാകിസ്ഥാൻ തങ്ങളുടെ തകർന്ന സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുവാൻ ഒരു ഇന്ത്യൻ വംശജൻ ഒപ്പിടുന്ന വായ്പാ ചെക്കിനായി യാചിക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ ദൃശ്യമാകുന്നത്. ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കുന്ന ഇന്ത്യൻ പാക് പോരാട്ടം മുടങ്ങുന്നത് ICCക്ക് വൻ സാമ്പത്തിക സാങ്കേതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിനെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുമെന്ന് ICC മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെങ്കിലും ഏഷ്യൻ ക്രിക്കറ്റിലെ പുതിയ നയതന്ത്ര നീക്കങ്ങൾ ടൂർണമെന്റിന്റെ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലാക്കുകയാണ്. പാകിസ്ഥാനെതിരായ മത്സരത്തിനായി ഇന്ത്യ ടീം കൊളംബോയിലേക്ക് പോകുമെന്ന് നായകൻ സൂര്യകുമാർ യാദവ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. മഹാരാഷ്ട്രയിലെ പൂനെയിൽ ജനിച്ച ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥന്റെ മകനായ അജയ് ബംഗയുടെ പാകിസ്ഥാൻ സന്ദർശനം വെറുമൊരു ഔദ്യോഗിക സന്ദർശനമായിരുന്നില്ല. പാകിസ്ഥാന് തങ്ങളുടെ പൂർവികർ വിട്ടുപോന്ന മണ്ണിലേക്കുള്ള ബംഗയുടെ വൈകാരികമായ തിരിച്ചുവരവിനെ പോലും പാകിസ്ഥാൻ നയതന്ത്രപരമായാണ് ഉപയോഗിച്ചത്. ബോളിവുഡ് ഗാനം മേരാ പിയാ ഘർ ആയ എന്ന് പാടുവാൻ ബാൻഡുകളെ ഏർപ്പെടുത്തിയും കുതിരപ്പടയുടെ അകമ്പടിയോടെയുമാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. പട്ടിണിയായാലും ഒരു രാജ്യം തങ്ങളുടെ വായ്പയ്ക്ക് അനുമതി നൽകേണ്ട ബാങ്ക് ഉദ്യോഗസ്ഥനെ ലോക നേതാവിനെ പോലെ സ്വീകരിക്കുന്നത് വെറുമൊരു സ്തുതിപാഠകത്വം മാത്രമാണെന്ന് പാകിസ്ഥാനി സോഷ്യൽ മീഡിയ ഉപഭോക്താക്കൾ പോലും പരിഹസിക്കുന്നുണ്ട്. പാകിസ്ഥാൻ ഇന്ന് അഭിമുഖീകരിക്കുന്ന സാമ്പത്തിക പ്രതിസന്ധി അത്രമേൽ രൂക്ഷമാണ്. 2026 ഫെബ്രുവരിയിലെ കണക്കനുസരിച്ച് പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതി ഏകദേശം $135 ബില്യൺ, അതായത് 11 ലക്ഷം കോടി രൂപ. ഇതിൽ ഏകദേശം 1/5 ലോകബാങ്കിനോടാണ് കടപ്പെട്ടിരിക്കുന്നത്. 2026 ജനുവരിയിലെ കണക്കനുസരിച്ച് പണപ്പെരുപ്പം നിരക്ക് 5.8% ആണ്. ഇത് സാധാരണ ജനങ്ങളുടെ ജീവിതം ദുസ്സഹമാക്കുന്നു. കാർഷിക മേഖലയിലും പാകിസ്ഥാന്റെ GDPയുടെ 25% കാർഷിക മേഖലയാണ് നിന്നുപോകുന്നത്. സിന്ധു ജലനദി കരാർ തടസ്സപ്പെടുന്നതോടെ ഈ മേഖലയും പൂർണ്ണമായും തകരും. ഇതിൽ ലോകബാങ്കിന്റെ ഇടപെടൽ പാകിസ്ഥാന് അത്യാവശ്യമാണ്. പുതിയ വായ്പാ ലക്ഷ്യങ്ങൾ നോക്കുമ്പോൾ അടുത്ത 10 വർഷത്തിനുള്ളിൽ $20 ബില്യൺ, അതായത് 1.8 ലക്ഷം കോടി രൂപ കൂടി ലോകബാങ്കിൽ നിന്ന് വായ്പയായി നേടിയെടുക്കാനാണ് ബഹുബാസ് ഷെരീഖ് സർക്കാർ ബംഗയ്ക്ക് മുന്നിൽ തലകുനിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ 1971 കീഴടങ്ങലിനോടാണ് പലരും ഈ ദൃശ്യങ്ങളെ ഉപമിക്കുന്നത്. ഭാരതത്തോടുള്ള പക ഉള്ളിലൊളിപ്പിച്ച് പണത്തിനായി ഭാരതീയനായ ബാങ്ക് തലവന്റെ കാൽക്കൽ വീഴുന്ന പാകിസ്ഥാന്റെ ഈ നാടകം അന്താരാഷ്ട്ര തലങ്ങളിൽ പരിഹാസമായി മാറിക്കഴിഞ്ഞു. അതേസമയം സുരക്ഷാ ആശങ്കകൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുവാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് ബംഗ്ലാദേശിനെ ലോകകപ്പിൽ നിന്ന് ICC പുറത്താക്കിയിരിക്കുന്നത്. ബംഗ്ലാദേശിന് പകരം ICC സ്കോട്ട്ലൻഡിനെ ടൂർണമെന്റിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV/AIDS സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.